ഹായ് നമസ്കാരം. പവർടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു ചെറുകിട വ്യവസായം തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണം എന്നൊരാശയമായിട്ട് വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ധാരാളം ഇൻഡസ്ട്രികളുണ്ട്. അന്നേരം നമ്മൾ നോക്കുന്നത് നമ്മുടെ നാട്ടിൽ തുടങ്ങാവുന്ന അല്ലെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാവുന്ന ഒരു വീട്ടമ്മയ്ക്ക് തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വന്ന ഒരാൾക്ക് തുടങ്ങാൻ പറ്റുന്ന എന്ത് വ്യവസായം എന്നുള്ള അന്വേഷണം പലപ്പോഴും ചെന്ന് നിൽക്കുന്നത് ഒരു കറി പൗഡർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മുളകും മല്ലിയും പൊടിച്ചു കൊടുക്കുന്ന ഒരു മില്ല് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു യൂണിറ്റിലേക്കാണ് അവിടെ വന്ന് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ ലൈസൻസുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. എന്നിട്ട് ഈ പറയുന്ന കറി പൗഡർ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടി വരിക ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് ആയിരിക്കും വേണ്ടി വരിക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് എടുത്ത് FSSAIയുടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് മിഷനറി പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടും മിഷനറീസായിട്ട് വേണ്ടി വരിക നമുക്ക് ഈ പറയുന്ന പൊടിക്കാനുള്ള മിഷനറിയാണ് ആവശ്യമായിട്ട് വരിക. എന്നാൽ അതിന് നമ്മൾ പറയുന്നത് പൾവറൈസർ യൂണിറ്റ് എന്നാണ് നമ്മൾ പറയുക. പൾവറൈസർ യൂണിറ്റുകൾ നമുക്ക് അരി പൊടിക്കാനെ കൊണ്ട്, മുളക് പൊടിക്കാനെ കൊണ്ട്, മല്ലി പൊടിക്കാനെ കൊണ്ട്, മഞ്ഞൾ പൊടിക്കാനെ കൊണ്ട്, ഇങ്ങനെ ഓരോന്നിനും പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പൾവറൈസർ വാങ്ങാൻ പറ്റും. ഈ അരി പൊടിക്കുന്ന യൂണിറ്റുകൾക്ക് സിംഗിൾ സ്റ്റേജ് പൾവറൈസറും അതേപോലെ തന്നെ മുളകും മല്ലി മഞ്ഞൾ എന്നിവയൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ സ്റ്റേജ് പൾവറൈസറുകളുമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അന്നേരം ഈ പറയുന്ന പൾവറൈസർ യൂണിറ്റിന് ഒരു യൂണിറ്റിന് ഏകദേശം ഒരു 50 രൂപ 55,000 രൂപ ആ റേഞ്ചിലായിരിക്കും നമുക്കൊരു പൾവറൈസർ യൂണിറ്റ് വരിക. അങ്ങനെയുള്ള ഒരു 4-5 പൾവറൈസർ യൂണിറ്റും അതിന് വേണ്ടുന്ന ഒരു മോട്ടറും, ഒരു 10 HP മോട്ടർ അല്ലെങ്കിൽ ഒരു 15 HP മോട്ടറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അന്നേരം പൾവറൈസർ, അതിൻ്റെ മോട്ടർ, അതിന് വേണ്ടുന്ന ഫിറ്റിങ്, അതിന് വേണ്ടുന്ന റാമ്പ്, അതിന് വേണ്ടുന്ന ആക്സസറീസ്, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 2.25 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആ റേഞ്ചിൽ നമുക്ക് ഈ പറയുന്നൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പൾവറൈസർ യൂണിറ്റിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഒരു റോസ്റ്റർ യൂണിറ്റ്. അതായത് നമ്മൾ ഈ പൊടിക്കുന്ന അല്ലെങ്കിൽ അരി പൊടിക്കുന്ന അരി അല്ലെന്നുണ്ടെങ്കിൽ മുളക് അല്ലെങ്കിൽ മല്ലി ഇവയെല്ലാം തന്നെ നമുക്ക് ഡ്രൈ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉണക്കി അല്ലെങ്കിൽ ഈ പറയുന്ന സാധനം വറുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു റോസ്റ്ററിൻ്റെ യൂണിറ്റ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് അരി പൊടിക്കുന്നതിന് സിംഗിൾ സ്റ്റേജ് പൾവറൈസറും മുളക് മല്ലി മഞ്ഞൾ ഇങ്ങനെയുള്ള പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് ഡബിൾ സ്റ്റേജ് പൾവറൈസറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് സിംഗിൾ സ്റ്റേജ് പൾവറൈസർ എന്ന് പറയുമ്പം ഇതിനെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹാമറിങ് ആയിട്ട് വരുന്നത് ഇതൊരു ഒറ്റ സ്റ്റേജിലാണ് ഇതിൻ്റെ പൊടിക്കുന്നത്. അതായത് നമുക്ക് ഇതിനകത്തേക്ക് വരികയും ഇതിനകത്ത് ഹാമറിങ് സംഭവിച്ചുകൊണ്ട് ഇത് വളരെ പൗഡറായിട്ട് പൊടിയുകയായിരിക്കും ചെയ്യുക. സിംഗിൾ സ്റ്റേജിൽ നിന്ന് ഡബിൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഡബിൾ ഹാമറിങ് ആണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുക. ഇതിൻ്റെ മെഷുകളും കാര്യങ്ങളും അത്രയും നൈസായിട്ടുള്ള മെഷുകളായിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് വളരെ ഫൈനായിട്ടുള്ള പൗഡറായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ കമ്പനികളെ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ പറയുന്നൊരു ക്വാളിറ്റി ഔട്ട്പുട്ടായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. എന്നാൽ ഇതിൻ്റെ അകത്ത് ഡബിൾ ഹാമറിങ് വരുന്നത് കൊണ്ട് തന്നെ വളരെ നൈസായിട്ടുള്ള പൗഡറായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. മുളക് മല്ലി മഞ്ഞൾ ഇവ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡബിൾ സ്റ്റേജ് പൾവറൈസറുകൾ നമ്മൾ ഉപയോഗിക്കുക. അന്നേരം നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 3.5-4 ലക്ഷം രൂപ മിഷനറി ഇൻവെസ്റ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ പറയുന്ന ഒരു 500 സ്ക്വയർ ഫീറ്റ് ഏരിയ ഈ പറയുന്ന വളരെ ഹൈജീനിക് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിന് വേണ്ടുന്ന സപ്പോർട്ടുകൾക്കായി നമുക്ക് തൊട്ടടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെ സമീപിക്കാം. നമുക്ക് ലോണ്, സബ്സിഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൈൽ ചെയ്യാൻ പറ്റും. ഫുഡ് പ്രോസസിങ് യൂണിറ്റുകളായതുകൊണ്ട് നമുക്ക് വളരെ ഒരു ഹൈ % സബ്സിഡി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇത്തരം യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും. വളരെ ഹൈജീനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള കറി പൗഡറുള്ള യൂണിറ്റുകൾ തുടങ്ങി വിജയിപ്പിക്കാൻ കഴിയുന്നൊരു യൂണിറ്റാണ് ഇത്തരം യൂണിറ്റുകൾ. അന്നേരം കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ടും മിഷനറിയെ പറ്റിയിട്ട് അറിയാനും അതിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അറിയാനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസുകൾക്കായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനൊരു നമ്പർ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.